ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഡിസംബർ 20. പാർലമെന്റിലും ഏകാധിപത്യത്തിന്റെ കാലൊച്ച. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരമപ്രധാന കേന്ദ്രമായ പാർലമെന്റിൽ പുകബോംബ് പ്രയോഗത്തിന് ഇടയാക്കിയത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഇതു സംബന്ധിച്ച് സഭയിൽ സർക്കാരിന്റെ പ്രതികരണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുകയാണ്. തിങ്കളാഴ്ച ഇരു സഭകളിൽ നിന്നുമായി 78 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. 14 അംഗങ്ങളുടെ സസ്പെൻഷൻ കാലാവധി 3 മാസത്തിൽ കൂടുതൽ നീണ്ടുപോയേക്കാവുന്ന നിലയിലാണ് നടപടി. ചൊവ്വാഴ്ച ലോക്സഭയിലെ 49 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്റ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സ്ഥിതിയാണിത്. പാർലമെന്റിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന അംഗങ്ങൾക്കെതിരെ സർക്കാർ പ്രതികാര ബുദ്ധിയോടെ നീങ്ങുന്നതായി പരാതി ഉയരുന്ന സാഹചര്യം. പ്രതിപക്ഷ പ്രതിഷേധം ന്യായമാണെന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. 22 വർഷം മുമ്പ് 2001 ഡിസംബർ 13 പാർലമെന്റ് വളപ്പിൽ ഭീകരാക്രമണം ഉണ്ടായതിന്റെ 5-ാം നാളിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി LK അദ്വാനി ലോക്സഭയിൽ പ്രസ്താവന നടത്തി. പാർലമെന്റിന് സുരക്ഷ നൽകാൻ ഭടന്മാർ ജീവൻ ബലി നൽകിയത് വെറുതെയാകില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇപ്പോഴാകട്ടെ ഡിസംബർ 13 ലോക്സഭാ ഹാളിൽ പുകബോംബ് പ്രയോഗം ഉണ്ടായ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ ഇരുവരും പാർലമെന്റിന് പുറത്ത് ഇതേപ്പറ്റി മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രധാനമന്ത്രി ദൈനിക് ജാഗരണിനോടും ആഭ്യന്തരമന്ത്രി ഇന്ത്യ ടുഡേയോടും. സഭ സമ്മേളിക്കുമ്പോൾ മന്ത്രിമാർ പുറത്ത് പ്രസ്താവനകൾ നടത്തരുതെന്നത് മര്യാദയും കീഴ്വഴക്കവുമാണ്. ഇതൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം അവഗണിക്കപ്പെടുമ്പോൾ അംഗങ്ങളുടെ പ്രതിഷേധം ശക്തമായി ഉയരുന്നത് സ്വാഭാവികം. ലോക്സഭയിൽ സ്പീക്കറുടെയും രാജ്യസഭയിൽ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയുടെയും കടമ സർക്കാരിന്റെ താൽപ്പര്യം സംരക്ഷിക്കുക എന്നതല്ല, അംഗങ്ങളുടെയും അതുവഴി രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെയും താൽപ്പര്യം കാത്തുസൂക്ഷിക്കലാണ്. അധ്യക്ഷർ സർക്കാരിന്റെയും ഭരണകക്ഷി അംഗങ്ങളുടെയും മാത്രം താൽപ്പര്യം സംരക്ഷിക്കുന്നവരായി മാറുന്നത് ജനാധിപത്യ സംവിധാനത്തിന് അപകടമാണ്. രാജ്യസഭയിൽ 11 ലോക്സഭയിൽ 3 അംഗങ്ങളുടെ സസ്പെൻഷൻ കാലയളവ് തീരുമാനിക്കാനുള്ള അധികാരം പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിട്ടതിന് പിന്നിലുള്ള ഉദ്ദേശവും ചോദ്യം ചെയ്യപ്പെടുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രിവിലേജസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ജനുവരി അവസാനം ചേരേണ്ട നിർണായകമായ ബജറ്റ് സമ്മേളനത്തിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കാത്ത വിധത്തിലാണ് ജോൺ ബ്രിട്ടാസ്, AR റഹീം, P സന്തോഷ് കുമാർ, ബിനോയ് വിശ്വം അടക്കമുള്ളവരുടെ സസ്പെൻഷൻ. സഭയുടെ ചട്ടം 256 പ്രകാരം ഇത് നിയമവിരുദ്ധമാണ്. നടപ്പ് സമ്മേളനത്തിൽ ശേഷിക്കുന്ന കാലയളവിലേക്ക് മാത്രമാണ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുക. രാജ്യസഭയിൽ നിന്ന് V ശിവദാസൻ ഉൾപ്പെടെയുള്ളവരെ സമ്മേളനം തീരും വരെയാണ് സസ്പെൻഡ് ചെയ്തത്. MP-മാർക്കു നേരെയും മോദി സർക്കാരിന്റെ അമിത അധികാര പ്രയോഗം നീളുകയാണ്. പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്തു നിർത്തി പ്രധാന നിയമങ്ങൾ പാസാക്കിയെടുക്കാനാണ് സർക്കാർ ശ്രമം. പ്രതിപക്ഷ വിമുക്ത പാർലമെന്റാണോ ലക്ഷ്യമിടുന്നതെന്ന് സംശയം ഉയർത്തുന്ന വിധത്തിലാണ് മോദി സർക്കാരിന്റെ കാലത്തെ അനുഭവം. 2019 ശേഷം ഇതുവരെ 75 തവണയാണ് MP-മാർക്കു നേരെ സസ്പെൻഷൻ നടപടി എടുത്തിട്ടുള്ളത്. കാർഷിക നിയമങ്ങൾ, മഹാരാഷ്ട്ര സർക്കാർ അട്ടിമറി, ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത നിയമം, വിലക്കയറ്റം, അശാസ്ത്രീയ GST, മണിപ്പൂർ കലാപം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച അംഗങ്ങളെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ സസ്പെൻഷനിലായ അംഗങ്ങൾ നേരത്തെ നൽകിയ ചോദ്യങ്ങളടക്കം സഭാ നടപടി പട്ടികയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിയ ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ എത്തി. ഏകാധിപത്യ പ്രവണതയുടെ മകുടോദാഹരണമാണിത്. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്താലേ ഈ ഭീഷണിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ.